യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരമാണ് ഞാൻ ഈശോയുടെ പദ്ധതികളെ എൻ്റെ പദ്ധതികളായി ഏറ്റെടുക്കേണ്ടതെന്ന്. പ്രിയപ്പെട്ടവർ, ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിന് പദ്ധതികളുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഒരു ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ്. ഇതുപോലെ അതൊരു ഉദാഹരണമായി പറഞ്ഞതാണ്. ഈശോയുടെ പദ്ധതികളെ ഞാൻ ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ പദ്ധതികൾ എന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഈശോയുടെ പദ്ധതികളോട് എൻ്റെ പദ്ധതികളെ ഞാൻ ഐക്യപ്പെടുത്തി ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് അനുരൂപനായി മാറുകയാണ്. എന്നിലൊരു രൂപാന്തരീകരണം സംഭവിക്കുകയാണ്.